ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ട്രാവൽ ഡെസ്റ്റിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ പാക്കേജിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വയനാടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് കുറേ പേർക്കും അറിയാമായിരിക്കും ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ ട്രാവൽ ഏജൻസി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂർ ബുക്കിംഗ് ചെയ്യാറുണ്ട്, പിന്നെ നല്ല ടൂർ പാക്കേജുകൾ ചെയ്യാറുണ്ട്, ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക്കും. അതുകൂടാതെ റിസോർട്ട് ബുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, കോർപ്പറേറ്റ് ടൂർസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ടൂർ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ കൂടുതലും ചെയ്യുന്ന ഡൊമസ്റ്റിക് തന്നെയാണ്. നമ്മൾ ഇൻ്റർനാഷണലൊന്ന് റെഡിയായി വരുന്നുള്ളൂ. പിന്നെ നമ്മൾ മലേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്കയൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വയനാട് ടൂർ പാക്കേജിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സാധാരണ വരുന്ന എൻക്വയറി പോലെ തന്നെ ഇന്നലെ എനിക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്ന് 15th ആണ്, 15th ഏപ്രിൽ. 14th ഏപ്രിലിനൊരു 2:30 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. നമ്മുടെ ഒരു വ്യൂവറാണ് വിളിച്ചിട്ട് നമ്മൾ പാക്കേജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. 3-4 ദിവസത്തെ പാക്കേജാണ്, 3 നൈറ്റും 4 ഡേയും ഉള്ള പാക്കേജാണ് വയനാട്ടിലേക്ക്. അപ്പോൾ ഗസ്റ്റ് വരുന്നത് കന്യാകുമാരിയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ഒരു നല്ല ഗൈഡും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈഡും കൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈവേഴ്സും വിഷുവിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കിലാണ്. കസിനൊക്കെ പാക്കേജ് ട്രിപ്പ് പോകുന്നതാണ്, അപ്പോൾ അവരൊക്കെ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ അവരൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ ഇവരുടെ കൂടെ ഗൈഡ് പോലെ ആയിട്ട് പോയി. അപ്പോൾ ഇവർക്ക് വയനാട് അങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. വയനാട് എങ്ങനെയാണ്, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗസ്റ്റിന് നമ്മൾ വയനാട് നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. അതിനായിട്ടൊരു ഗൈഡ് പോലെ ഒരാൾ കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വരാം, കുഴപ്പമില്ല, ഞാൻ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ, അപ്പോൾ ഞാൻ തന്നെ പോയിക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3:30 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് അവർ വന്ന്, കന്യാകുമാരി അല്ല ആക്ച്വലി തിരുവനന്തപുരം അടുത്ത് തക്കല എന്ന് പറയും ആ സ്ഥലം, അവിടെ നിന്നാണ് വന്നത്. ഞാനപ്പോൾ അരൂരുണ്ടായിരുന്നു. അരൂരിൽ നിന്ന് തന്നെ ഇവർ വന്ന് പിക്ക് ചെയ്ത് അരൂർ മുതൽ ഞാനാണ് പിന്നെ ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഏകദേശം 5:30 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കൽപ്പറ്റ എത്തി കഴിഞ്ഞിട്ട് നമ്മളൊരു റൂം ഫ്രഷപ്പ് എടുത്തിട്ടുണ്ടായി. അവരവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി. ഇവിടെ അടുത്ത് തന്നെയാണ്, കൽപ്പറ്റ അടുത്ത് തന്നെയാണ് ആൻറ്റിയുടെ വീട്. അപ്പോൾ ഞാൻ അവിടെയാണ് പോയി സ്റ്റേ ചെയ്തത്. പിന്നെ നമ്മൾ വൈത്തിരിയിൽ അവർക്ക് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് ബുക്കിംഗ് കൺഫേം ആയപ്പോൾ തന്നെ നമ്മളിവിടെ വൈത്തിരി ഹോളിഡേയ്സ് എന്ന് പറയുന്ന റിസോർട്ടിൽ നമ്മൾ ബുക്കിംഗ് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ചെക്കിൻ ടൈം വരുന്നത് 2 PM ആണ്. ഇനി അവരുമായിട്ട് പുറത്തുനിന്ന് കറങ്ങാൻ വേണ്ടി പോകണം. നമ്മൾ കരാപ്പുഴ ഡാമിൽ പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ വന്നിരിക്കുന്നത് 2 അഡൾട്ട്സും 2 കിഡ്സുമാണ്. 7 വയസ്സുള്ള 2 കുട്ടികളും പിന്നെ അഡൾട്ട്സുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മുടെ ഫാമിലി പോലെ കണ്ട് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. നേരത്തെ അവർ വയനാട് വന്നിട്ട് ഒരു മൺസൂൺ സീസണിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ പുറത്തേക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മുടെ ഗസ്റ്റും അന്ന് ഫ്രണ്ട്സായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ അവർക്കാകെ ചടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പിൽ അവർ മാക്സിമം എൻജോയ് ചെയ്യണം എന്നുള്ള ലെവലിലാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ അവരെ മാക്സിമം ഹാപ്പിയാക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിനി പ്രയത്നിക്കാം. ഞങ്ങളിനി നേരെ കരാപ്പുഴ ഡാമിലേക്കാണ് പോകുന്നത്. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, ഞാനും ഫാമിലിയിൽ നിന്ന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചെയ്യാൻ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അന്ന് ഞങ്ങൾ കഴിഞ്ഞ മെയിലാണ് പോയത്. ഇപ്പോൾ കുറേ റൈഡുകളും കുറേയധികം ആക്ടിവിറ്റീസൊക്കെ പുതിയതായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു 2:55 ആയിട്ടുണ്ട്. ഞങ്ങളൊരു 3 മണി കഴിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ എൻ്റെ ബ്രദറും ഫാമിലിയും കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വേറൊരു ട്രിപ്പായിട്ട് വന്നായിരുന്നു. അങ്ങനെ അവരെ മീറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് വൈത്തിരി ഹോളിഡേയ്സിലാണ്. അത്യാവശ്യം വലിയ റിസോർട്ടാണിത്. വലിയൊരു സ്വിമ്മിംഗ് പൂളും ഇൻഡോർ ഗെയിം ഏരിയയും
ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ആയിട്ട് നല്ലൊരു റിസോർട്ടാണ്. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റുകളെ ഇവിടെ വിട്ടിട്ട്. നമ്മുടെ ഫസ്റ്റ് ടൈമിലൊക്കെയാണ് 2018 ആ സമയത്തൊക്കെ നമ്മളിവിടെ ഗസ്റ്റിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ കുറേ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പൂളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ അന്നത്തെ കാലം പ്രൈവറ്റ് പൂൾ വില്ല, അന്ന് പ്രൈവറ്റ് പൂൾ വില്ലൊന്നും ആയിട്ടുണ്ടായില്ല. ഇപ്പോൾ പ്രൈവറ്റ് പൂൾ വില്ലയൊക്കെ 2 പ്രൈവറ്റ് പൂൾ വില്ലയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ വിശേഷങ്ങളും കൂടെ ഒക്കെ കാണാം. അപ്പോൾ ഇനി ഞങ്ങൾ കാരാപ്പുഴയിലേക്ക് പോവാണ്. കാരാപ്പുഴ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ കാരാപ്പുഴ ഡാമിലാണുള്ളത്. നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. സിപ്പ് ലൈനും ട്രാംപോളിൻ ജമ്പും പിന്നെ ജയൻ സ്വിങ്ങും അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ എൻ്റെ ഗസ്റ്റ് ഇവിടെ ഇന്ന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആക്ടിവിറ്റീസ് ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുള്ളൂ. ഈ സിപ്പ് ലൈൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാനൊന്ന് ചെയ്തായിരുന്നു, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്ന് ചെയ്തായിരുന്നു. അപ്പോൾ അവർ ഈ എൻഡിൽ ആയിട്ടാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. മെയിനായിട്ട് വരുന്ന ആക്ടിവിറ്റിയാണ് സിപ്പ് ലൈൻ വരുന്നത്. പിന്നെ ദാ ഈ കാണുന്ന സ്പേസ് ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ദാ ഫ്ലൈയിങ് ചെയർ, പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മൾ സിപ്പ് ലൈനിൻ്റെ ടിക്കറ്റ് പുറത്തുനിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ വഴി ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ ഒരു ജീപ്പിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇതാ അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. ഇതാ അവിടെ നിന്ന് ഒരു പോയിന്റിന്. ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയി സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇതാ ഈ വഴി ഇങ്ങനെ പോയി അതിലൂടെ ചെന്ന് ഇതാ മേലെ അവിടെ കൊണ്ടുവരും. ആ ഭാഗത്ത് അവിടെ നിന്നാണ് സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരും. ഇതാണ് എൻ പോയിൻ്റ്. അപ്പോൾ കുറേ റൈഡിലൊക്കെ കയറി. ഞാൻ കയറിയില്ല, നമ്മുടെ ഫാമിലിയിൽ വന്നവരൊക്കെ കുറച്ച് റൈഡിലൊക്കെ കയറി. ഇവിടെ ഇഷ്ടംപോലെ റൈഡുകളുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോവാണ്. സോ ഇനി നേരെ റിസോർട്ടിലേക്കാണ്. സോ ഇപ്പോൾ ഞങ്ങളിനി തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്തു. അവർ നല്ല ഹാപ്പി ആയിരുന്നു. അവർ അവിടെ ആക്ടിവിറ്റീസൊന്നും അങ്ങനെ ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. എന്തോ കുട്ടിക്ക് കുറച്ച് നാൾ മുന്നേ എന്തോ ആക്ടിവിറ്റി ചെയ്തിട്ട് കാലിന് വയ്യായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ ജസ്റ്റ് നടക്കാനൊക്കെ ആയിട്ട് പോയി. അവർ ഹാപ്പി ആയിരുന്നു. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ റൂമിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ടൈമായി കഴിഞ്ഞപ്പോൾ റിസോർട്ട് ഫുൾ ഓണായി. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ പൂളിൻ്റെ അവിടെ അങ്ങനെ ലൈറ്റ് ഇട്ടിട്ടില്ല. കുട്ടികളാണ് കൂടുതലും അവിടെ കളിക്കുന്നത്. പിന്നെ അവിടെ അങ്ങിങ്ങായി കപ്പിൾസൊക്കെ ഇരിപ്പുണ്ട്. അവരുടെ പേരൻസൊക്കെ ആണെന്ന് തോന്നുന്നു. അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഇതാണ് ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ. ഇവിടെ വെട്ടം കുറവാണ്. ഇത് കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 8 o'clock കഴിയുമ്പോൾ ഇത് സ്റ്റാർട്ടാവും. ക്യാമ്പ് ഫയർ ഇന്ന് കോംപ്ലിമെൻ്ററി എന്നാണ് പറഞ്ഞത്. സോ ഞാൻ ഇനി തിരിച്ച് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ. അപ്പോൾ നാളെ ഗസ്റ്റിനെ കൊണ്ട് ബന്ദിപ്പൂരൊക്കെ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക്. അപ്പോൾ മോർണിംഗ് ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കാനാണ് പ്ലാൻ. അപ്പോൾ ബാക്കി വീഡിയോ നാളെ കാണാം.
കുത്തി കേറി എങ്ങനെ എടുക്കും ശ്വാസം സ്വാർത്ഥത പുറകെ ലോകമോട്ടി നാലുദിക്കിലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ എത്തിക്കും പ്രാസം ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്കാരുണ്ടിവിടെ പാസം ഞാൻ മാറ്റുന്നു ഒരു പച്ച പൂവിടങ്ങൾ അതിൽ വർണ്ണത്തിൽ നിറയുന്ന തള്ളപ്പുടങ്ങൾ റാപ്പിൽ തെളിയുന്നു സപ്തസ്വരങ്ങൾ കേട്ട പാവത്തിൽ ഇരിക്കുന്ന നവരസങ്ങൾ അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. സോ ദിസ് ഈസ് അഫ്സൽ ഇസ്മായിൽ സൈനിങ് ഓഫ്.